ഹരിയേട്ടാ, തിമിലയിലെ പ്രധാനപ്പെട്ട പാടകൈകളൊക്കെ ഒന്ന് പറഞ്ഞുതരാമോ? തിമിലയിൽ ഇപ്പോൾ നമ്മൾ പുതിയൊരാൾ തുടങ്ങാൻ വരുമ്പോൾ ആദ്യമായിട്ട് ഗണപതി കൈയാണ് പഠിപ്പിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ആദ്യമായിട്ട് പഠിക്കുന്ന പാടക്കൈ തക്കിട്ടയാണ്. ഇത് ചെണ്ടയിലൊക്കെ ഉള്ള പാടക്കൈ തന്നെയാണ്, പക്ഷേ തിമിലയിൽ വരുമ്പോൾ അത് കുറച്ച് മാറ്റമുണ്ട്. അപ്പോൾ അങ്ങനെ തക്കിട്ട 4 കാലത്തിൽ ആദ്യം ഒരാളെ കൊട്ടിക്കും. 4 കാലം കൊട്ടാറായാൽ അതിൽ ചില എണ്ണങ്ങൾ ഏറ്റി ചുരുക്കാണ്ട്. അപ്പോൾ അങ്ങനെ തക്കിട്ട എന്നുള്ള പാടക്കൈ ആദ്യത്തെ. രണ്ടാമത്തെ തക്കേ തക്കിട്ട, അതിൽ 5 അക്ഷരം വരും. പിന്നെ മൂന്നാമത്തെ തക്കേ തക്കിട്ട, അതിൽ 7 അക്ഷരം വരും. പിന്നെ ഒരു നാലാമത്തെ ഒരു പാടക്കൈ എന്ന് പറയാനുള്ളത് ഇരികിട എന്ന് പറഞ്ഞിട്ടൊരു ഇതാണ്. അത് നമ്മൾ ഒരാൾ താളം പിടിച്ചിട്ട് അതിൻ്റെ പഴുതിൽ കൊട്ടണം. അതൊക്കെ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഈ പാടക്കൈകളൊക്കെ ഒന്ന് ക്ലിയർ ആയതിനു ശേഷം ആണ് ഇരികിട പഠിപ്പിക്കുക. പ്രധാനമായിട്ട് തക്കിട്ടയാണ് പാടകൈയായിട്ട്. ഞങ്ങളിപ്പോഴും സാധകം ചെയ്യണ പാടകൈ തക്കിട്ടാണ്. ഇപ്പോൾ സീനിയേഴ്സ് ആയാലും ഞങ്ങളായാലൊക്കെ വർഷക്കാലത്ത് ഈ സാധകം ചെയ്യുമ്പോൾ തക്കിട്ടാണ്. അതിൽ പല സാധ്യതകളുണ്ട്, പക്ഷെ തുടക്കക്കാർക്ക് അതിൻ്റെ ആവശ്യമില്ല. തുടക്കക്കാർ 4 കാലങ്ങൾ കൊട്ടുക, അതിൽ പറ്റുന്നുണ്ടെങ്കിൽ എണ്ണങ്ങൾ ഏറ്റിച്ചെടുക്കുക. അതിൻ്റെ ചെറിയൊരു ഇത് ഇപ്പം ഒന്ന് കൊട്ടി കാണിക്കാം.